സ്വഭാവ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പല കേസുകളും നമ്മുടെ അടുത്ത് വരുമ്പോൾ വിശദമായ ഇവാലുവേഷനിലാണ് കറക്റ്റായ ഡയഗ്നോസിസ് നമുക്ക് എത്താൻ പറ്റുക. കഴിഞ്ഞ ദിവസം 9 വയസ്സായ ഒരു കുട്ടി എൻ്റെ അടുത്ത് വരുന്നുണ്ടായി. അവർ പറഞ്ഞത് കുട്ടിക്ക് സ്വഭാവ പ്രശ്നങ്ങളുണ്ട്, ആളുകളോട് ഇടപഴകുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ്. സോ അവർ പറഞ്ഞ ആ പോയിന്റിൽ ഒതുങ്ങി നിൽക്കാതെ ഞാൻ വിശദമായിട്ടുള്ള ഹിസ്റ്ററി എടുത്തു. കുട്ടിക്ക് നേരത്തെ തന്നെ ആദ്യത്തെ 2 വയസ്സ് 3 വയസ്സിൽ തന്നെ ആളുകളോട് ഇടപഴകുന്നിടത്ത് സോഷ്യലൈസ് ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്പീച്ച് ഡിലേയും ആ കുട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ കുട്ടിക്ക് റിപ്പീറ്റേറ്റീവ് ബിഹേവിയറും അതേപോലെ സെൻസറി പ്രോസസ്സിങ്ങിലെ ഇഷ്യൂസും കുട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ എവിഡൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ലാത്തത് കൊണ്ട് അവർ ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല. ഇപ്പം ആളുകളോട് ഇടപഴകുമ്പോൾ വേണ്ട രീതിയിൽ ഇടപഴകാൻ പറ്റുന്നില്ല, ഒരു ഇൻട്രോവേർട്ട് പോലെ, അതുപോലെ എങ്ങനെ ഇടപഴകണം എന്നത് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെൻ്റെ അടുത്ത് വന്നത്. സോ ഈ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സോഷ്യലൈസേഷനിലെ പ്രശ്നങ്ങളുണ്ട്, പ്രായത്തിനനുസരിച്ചിട്ട് ലാംഗ്വേജ് ഇല്ല, കൂടെ റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സും സെൻസറി പ്രോസസ്സിലെ ഇഷ്യൂസും ഉണ്ട്. സോ കുട്ടി ഇതുവരെയുള്ള കാലഘട്ടത്തിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഡെഫിനറ്റായിട്ട് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത്. സോ പലപ്പോഴും ഓട്ടിസം ലേറ്റായിട്ടും ഡയഗ്നോസ് ചെയ്യാറുണ്ട്. സിംറ്റംസ് വളരെ മൈൽഡാണ് എന്നുണ്ടെങ്കിൽ